നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ദേവുവിന് എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. ദേവുവിനെ സമാധാനിപ്പിക്കാനായിട്ട് രേവതി മാക്സിമം ശ്രമിച്ചു. പക്ഷെ ദേവുവിന്റെ മനസ്സ് വല്ലാത്തൊരു സങ്കടമായിരുന്നു. അരുണേട്ടൻ തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെയാണ് താൻ തിരിച്ചു. ദേവു രേവതിയോട് പറഞ്ഞു, ചേച്ചി ചേച്ചി ഉദ്ദേശിക്കുന്ന പോലെ ആളല്ല അരുണേട്ടന്. അരുണേട്ടൻ നല്ലവനാണ്, ചേച്ചിക്ക് അറിയാലോ. അല്ലെങ്കിൽ പിന്നെ ഞാൻ അരുണേട്ടനെ സ്നേഹിക്കൂ. അരുണേട്ടൻ മാത്രമല്ല, അരുണേട്ടൻ്റെ അമ്മ അങ്ങനെയൊക്കെ തന്നെയാ. എത്ര നാളുകളായെന്നറിയോ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. പാവ അമ്മയ്ക്ക് വിഷമമായി കാണുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ അമ്മയുടെ സ്വഭാവം നിനക്ക് അറിയാവുന്നതല്ലേ? സച്ചിയാണ് അത് പറഞ്ഞുകൊണ്ട് അമ്മയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അമ്മയ്ക്കൊരു ഭയമുണ്ട് നിന്റെ കാര്യത്തിൽ. ഇനിയിപ്പം നിന്നെ കല്യാണം കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്ന് പേടിച്ചിട്ടാ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല ചേച്ചി. ചേച്ചി പോയി സച്ചേട്ടനോട് ഒന്ന് പറയണം. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. അല്ലെങ്കിൽ ഞാൻ സച്ചേട്ടനോട് സംസാരിക്കാം. വേണ്ട ദേവു, നീ ഇനി സംസാരിക്കാൻ പോയിട്ടുണ്ട് അറിയാലോ. സച്ചേട്ടൻ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും അങ്ങനെ അടുക്കുന്ന സ്വഭാവമല്ലെന്നറിയാലോ. ഇനി ഇത് മതി സച്ചേട്ടൻ ഇതിന്റെ പേര് പ്രശ്നം ഉണ്ടാക്കാനെന്ന് പറഞ്ഞു. ദേവുവിന് ഭയങ്കര വിഷമമായി. ദേവു സങ്കടത്തോട് കൂടിയിട്ടാ പോന്നേ. കാരണം സച്ചിയുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈഗോയും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അരുൺ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷെ അതൊന്നും ആയിരുന്നില്ലല്ലോ സത്യാവസ്ഥ. രണ്ടുപേരും തമ്മിലുള്ള ഒരു വഴക്കോ ഒരു ഈഗോയുടെ പ്രശ്നം, അതാണ് ഇവിടം വരെ കാര്യങ്ങളൊക്കെ കൊണ്ട് എത്തിച്ചത്. പക്ഷേ അതിന്റെ പേരിൽ ദേവുവിന്റെ ജീവിതമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ദേവുവിന്റെ ഇഷ്ടങ്ങൾ കാണാൻ വിലക്ക് കൽപ്പിച്ചിരിക്കുന്ന ഒരു ചിന്ത സച്ചിയുടെ മനസ്സിലുണ്ടാകുന്നില്ല. സച്ചി വിചാരിക്കുന്നത് തന്റെ അനുജത്തിക്ക് അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകണം. അരുണിനെ പോലുള്ള ഒരു ചെറുപ്പക്കാരന്റെ കയ്യിൽ അവൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം താറുമാറായി പോവും. ആ ഒരു ചിന്ത ഉള്ളതുകൊണ്ടാണ് സച്ചി വേണ്ടാന്ന് പറയണേ. ഇങ്ങനെ രേവതി സങ്കടത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോരുന്നത്. അതേസമയം ദേവുവിന്റെ അടുത്ത് എന്നിട്ട് അരുണിന്റെ അമ്മ അരുണിന്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുവാണ്. അങ്ങനെ ചെല്ലുമ്പോഴത്തേന് അരുൺ ചോദിച്ചു, എന്തായി അമ്മേ കാര്യങ്ങള്? ദേവുവിനെ കണ്ട് സംസാരിച്ചോ? അവരുടെ അമ്മയൊക്കെ എന്തു പറയണം? അതെ, ഈ ബന്ധം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോനെ. അമ്മ എന്ത് വർത്താനമ്മ പറയണേ? ബന്ധം നടക്കില്ലാന്നോ? ദേവു അങ്ങനെ പറഞ്ഞോ? ദേവു അങ്ങനെ പറഞ്ഞൊന്നുമില്ല. പക്ഷെ ദേവുവിന്റെ അമ്മയുണ്ടല്ലോ, അവരങ്ങനെ പറഞ്ഞു. അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അവനാണ് സച്ചി. സച്ചിയോ? അതെ. അവൻ പറയുന്നതിനപ്പുറം ഈ പറയുന്ന ദേവുവിന്റെ അമ്മയ്ക്ക് ഒരു വാക്കുമില്ല. അവര് പറയുന്ന ദേവിന് വേണ്ടിയിട്ട് വേറെ വിവാഹം ആലോചിക്കുന്ന സച്ചി സമ്മതിക്കത്തില്ല പോലും. സച്ചി അവൾക്ക് വേണ്ടി വേറെ വിവാഹം ആലോചിക്കുന്നുണ്ടെന്ന്. അത് കേട്ടപ്പം അരുണ് സഹിച്ചില്ല. ഹരും പറഞ്ഞ്, എനിക്കറിയാം മനഃപൂർവ്വം അവൻ എന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്റെ ജീവിതം ഇല്ലാതാക്കി കളയണം. ഞാൻ സ്നേഹിക്കുന്ന പെണ്ണിനെ എനിക്ക് കിട്ടരുത്. അതിനു വേണ്ടിയിട്ട് അവൻ കളിക്കുന്നേ. ഇത് ഞാൻ വെറുതെ വിടില്ല. ഞാനൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി ചാർത്തുന്നുണ്ടെങ്കിൽ അത് ദേവുവിന്റെ കഴുത്തിലായിരിക്കും അമ്മേ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും അവർ പറഞ്ഞു, മോനെ നീ വഴക്കിനും പ്രശ്നത്തിനൊന്നും പോകണ്ട. അറിയാലോ ദേവു ശരിക്കും സങ്കടത്തിലാ. അവൾക്ക് എത്ര സന്തോഷമായെന്നറിയോ ഞാൻ അവിടേക്ക് ചെന്നേ. പക്ഷെ അവളുടെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾക്ക് ഭയങ്കര വിഷമമായി. അമ്മ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എന്താണെങ്കിൽ ഇതിന് ഞാൻ തീരുമാനം ഉണ്ടാക്കും. എടാ മോനെ, നീ ഇനി ഇതിന്റെ പേരിൽ വഴക്കും പ്രശ്നം ഉണ്ടാക്കാൻ പോകരുത്. എനിക്ക് മനസ്സമാധാനമാണ് വലുത്. നിനക്ക് കിട്ടാനുള്ളതാണെങ്കിൽ ദേവു എപ്പോഴായാലും നിനക്ക് തന്നെ കൊണ്ടുതരും. അതൊന്നോർത്ത് നീ പേടിക്കണ്ട. അപ്പം നമുക്ക് പോകാമെന്ന് പറഞ്ഞു. പക്ഷെ അരുൺ അത് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. ദേവുവിന്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാനുള്ള അവകാശം ദേവുവിനല്ലേ. പിന്നെ ദേവുവിന്റെ അമ്മയ്ക്കും സഹോദരനും ഒക്കെ ഈ പറയുന്ന ചേട്ടത്തിയുടെ ഭർത്താവ് അത്രമാത്രം തീരുമാനിക്കണ്ട. അല്ലെങ്കിലും അവൻ തന്നോടുള്ള വാശിയും വൈരാഗ്യം തീർക്കുന്ന, തന്റെ ജീവിതം തരാറിലാക്കണം, അവനോട് ചെയ്തതിനൊക്കെ അവൻ കണക്ക് ചോദിക്കുന്ന, അവനെ പോലെ ഒരു ഫ്രോഡ് താൻ കാണിച്ചു കൊടുക്കുന്നുണ്ടെന്നൊരു ചിന്തയായിരുന്നു. അങ്ങനെ വീട്ടിലേക്ക് വന്ന ഉടനെ അരുൺ ഫോൺ എടുത്ത ദേവുവിനെ വിളിക്കുക. പക്ഷെ 2-3 വട്ടം വിളിച്ചിട്ടും ദേവു കോൾ എടുത്തില്ല. ദേവു മുറിയിൽ പോയിരുന്നു കരയുമായിരുന്നു. ദേവുവിന് ഭയങ്കര സങ്കടമായിരുന്നു. ഇത്രയൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് അവസാനം ഇങ്ങനെ ആവുമെന്ന് വിചാരിച്ചില്ല. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞു വന്നായിരുന്നു. അപ്പോഴേക്കുമാണ് അടുത്ത പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഒരു പക്ഷേ സച്ചേട്ടനൊന്നും സമ്മതിക്കുമായിരുന്നെങ്കിൽ താനും അരുണേനും തമ്മിലുള്ള വിവാഹം നടന്നേനും. ഇടയ്ക്ക് ശരത്ത് വന്ന് നോക്കുമ്പോൾ ദേവു അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടു. ശരത്ത് പോയി ലക്ഷ്മിയമ്മയോട് പറഞ്ഞു, അമ്മേ ദേവുവിന് നല്ല വിഷമമുണ്ടെന്ന് തോന്നേ. എടാ അവള് വിഷമിക്കണം എന്തിനാ? സച്ചി പറഞ്ഞൊക്കെ നീയും കേട്ടതാണല്ലോ. ആ അരുൺ എന്ന് പറയുന്നൊരു സ്വഭാവം ശരിയല്ല. അവനൊരു പോലീസാണ്. എന്നിട്ടും അവൻ സച്ചിയോട് എന്തൊക്കെയാ കാണിച്ചെന്ന് നിനക്കറിയാലോ. എന്നാലും അമ്മേ നമുക്കൊന്നുകൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കിയാലോ? വേണ്ട, ഇനി ഒന്നും അന്വേഷിക്കാനില്ല. ദേവുവിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം. അതും സച്ചി അവൾക്ക് വേണ്ടി നല്ലൊരു ആലോചന കൊണ്ടുവരും. അത് നടത്തിയാൽ മതി. അല്ലാതെ അവനെ പോലൊരു ചെറുപ്പക്കാരൻ വേണ്ടാന്ന് പറഞ്ഞു. ശരത്തും പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് രേവതി വീട്ടിലേക്ക് വരിക. രേവതി
വീട്ടിലേക്ക് വരുമ്പോഴത്തേന് സച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ലക്ഷ്മി അമ്മ വിളിച്ച് സച്ചിയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അത് സച്ചി അറിഞ്ഞു. അങ്ങനെ സച്ചി കാത്തിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതി വന്നു. അപ്പൊ രേവതി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലോ എങ്ങോട്ടാ പോകുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും. അങ്ങനെ രേവതി വന്നു കഴിഞ്ഞപ്പോൾ സച്ചി ചോദിച്ചു, പൂവൊക്കെ കൊണ്ട് കൊടുത്തോന്ന് ചോദിച്ചു. കൊടുത്തെന്ന് പറഞ്ഞു. അതെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ സച്ചേട്ടാ? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ നിന്റെ ആരാ? അതെന്താ സച്ചേട്ടാ ഇപ്പൊ അങ്ങനെ ഒരു ചോദ്യം? നിനക്കറിയത്തില്ലല്ലേ? എടി, ദേവുവാണ് അരുണിനെ സ്നേഹിക്കുന്നത്. എന്നിട്ട് ദേവു എന്നോട് ആ കാര്യം തുറന്നു പറഞ്ഞു. പക്ഷേങ്കില് നീ എന്നോട് കള്ളത്തരം കാണിച്ചു. അല്ല, നീ ഇന്ന് എങ്ങോട്ട് പോയതായിരുന്നു ചോദിച്ചു. അത് പിന്നെ സച്ചേട്ടാ, നിനക്ക് അത്യാവശ്യമായിട്ട് പൂ കൊണ്ടേ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് രാവിലെ നീ പോയതല്ലേ, നിന്നെ ഞാൻ വിളിച്ചായിരുന്നു. അപ്പൊ നീ എന്താ പറഞ്ഞ? എനിക്ക് പൂ കൊണ്ടേ കൊടുക്കണം സച്ചേട്ടാ, ഇപ്പൊ സമയമില്ല എന്ന് പറഞ്ഞു. ദേവുവിന്റെ വീട്ടിലേക്ക് അരുണിന്റെ അമ്മയൊക്കെ വരുന്നുണ്ടെന്നുള്ള കാര്യം നീ എന്നോടൊരു വാക്ക് പറഞ്ഞു എന്ന് ചോദിച്ചു. അത് പിന്നെ സച്ചേട്ടാ, ഞാൻ വേണ്ട കൂടുതലൊന്നും പറയണ്ട. അപ്പൊ നീയാണ് എൻ്റെ അടുത്ത് കള്ളത്തരം പറയണേ. ഇത് കേട്ടപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. സച്ചിക്കാണ് ഭയങ്കര ദേഷ്യമായിരുന്നു. രേവതി തൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞതെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. പക്ഷെ സച്ചി ചുമ്മാ ഓവറായിട്ട് കിടന്ന് ദേഷ്യപ്പെടുക. ഒടുവിൽ രേവതി പറഞ്ഞു, സച്ചിയാണ് ഇത് എന്തറിഞ്ഞിട്ടാ പറയണത്? അവിടെ നടന്ന എന്താണെന്നറിയോ? ദേവുവിന്റെ വിഷമം എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അറിയാവോ? ഇത്രയും നാൾ സ്നേഹിച്ചല്ലേ. സച്ചേണ്ണ ഇതിന്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കരുത്. സച്ചേണ്ണൊന്ന് സമ്മതം മൂളിയിട്ടുണ്ടെങ്കിൽ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടും. നല്ലൊരു ജീവിതം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിന്റെ തലയിലേക്ക് കേറുന്നില്ലല്ലേ? അവനുമായിട്ട് കല്യാണം നടത്താനാണ് നിന്റെ തീരുമാനം. എന്തിനാ സച്ചേട്ടാ ദേവുവിന്റെ കണ്ണീര് കാണുന്നേ? അവള് പാവ, അവൾക്ക് ഒരിക്കലും അങ്ങനെ ചതി പറ്റത്തൊന്നുമില്ല. അവൻ നല്ലവനായിരിക്കും. അവന്റെ അമ്മ വന്ന് പറഞ്ഞു കേട്ടിട്ട് എനിക്ക് നല്ലത് തന്നെ തോന്നേ. കാരണം അവന്റെ അമ്മ ഒരു പാവാന്ന് എനിക്ക് തോന്നേ. എടി, അതൊക്കെ അവന്റെയൊക്കെ ഒരു അടവ് അഭ്യാസമാ. അതിനകത്ത് പോയി വീണ് കൊടുത്തിട്ടുണ്ടെങ്കിലേ ഒടുവില് അതിനകത്തുനിന്ന് കര കയറാൻ പറ്റാതെ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് വിശ്വാസമില്ലല്ലേ? ആയിക്കോ, എന്ത് വേണമല്ലോ ആയിക്കോ. ഇനി ഇതിനകത്ത് ഞാനൊരു അഭിപ്രായം പറയാനില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിന്റെ ബാക്കി വരുന്ന എന്താന്ന് വെച്ചാൽ നീയൊക്കെ കൂടി അനുഭവിച്ചോണം. അതും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് സച്ചി കയറിപ്പോയി. രേവതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്ത് ചെയ്യാൻ പറ്റും? സച്ചിയോട് എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറാനും പോകുന്നില്ല. എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ ഒന്നിപ്പിക്കണം. ദേവുവിന്റെ മനസ്സിന് മാറുമെന്ന് തോന്നില്ല. ഒരു പക്ഷെ അവൾക്ക് വേറൊരു വിവാഹം ആലോചിച്ചാലും അതൊരിക്കലും ശാശ്വതമാകാൻ പോകുന്നില്ല. കാരണം മനസ്സിലൊരു പുരുഷനെ ഇട്ടുകൊണ്ട് വേറെ ആളുടെ മുന്നിൽ പോയി താലി കെട്ടാൻ തല കുനിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. തൻ്റെ മനസ്സിൽ സച്ചേട്ടനും താൻ നമ്മൾ വിവാഹം നടക്കുന്ന സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇഷ്ടമില്ലായിരുന്നിട്ട് കൂടി വലിയ കുഴപ്പമില്ലാതെ ജീവിതം മുന്നോട്ട് പോയത്. പിന്നീട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും. പക്ഷെ ദേവുവിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ രേവതിക്കും ഭയങ്കര വിഷമമായിരുന്നു. ആ സമയത്ത് ദേവു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദേവുവിനാണെങ്കിൽ അരുൺ വിളിക്കുന്ന ഓരോ കോളും കാണുമ്പോഴത്തേനും ഭയങ്കര സങ്കടമാണ്. താൻ അരുണനെ വഞ്ചിച്ചു. ഒരുപക്ഷെ തന്നെ സ്നേഹിച്ച് ഇത്രയും കാലം ആത്മാർത്ഥമായിട്ട് തന്നെയായിരുന്നു തന്നെ ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കൊണ്ടുവരാനായിട്ട്. പക്ഷെ താനാണ് ചതിച്ചത്. തൻ്റെ വീട്ടുകാർ പറയുന്നത് എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ദേവു ഫോൺ എടുത്ത് അങ്ങനെ കാര്യം പറയണം. അതെ, ഒരു കാര്യം ഞാൻ പറയാം, ഇനി എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. എല്ലാവരും സമ്മതിക്കുവാണെങ്കിൽ മാത്രം ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. അതും പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു. അരുണിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഇനിയിപ്പം അവളെ വിവാഹം കഴിക്കാനുള്ള അവസാന ചാൻസ് ആയിരുന്നു. ഒരു പക്ഷെ അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവളുടെ സമ്മതം ഇല്ലാതെ ഒന്നും നടക്കത്തില്ലോ. പക്ഷെ അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് അരുണും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേ സമയത്ത് ശ്രുതിക്ക് എങ്ങനെയെങ്കിലും ശ്രുതി ഒന്ന് വിളിക്കണം, ഒന്ന് കാണണം എന്നൊരു മോഹമായിരുന്നു. പക്ഷെ എന്തു ചെയ്യും? രണ്ടും കളിപ്പിച്ച് ഒരിക്കൽ കൂടി ഷോപ്പിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഒന്നുകൂടെ പോയി കാണണം. ശ്രുതിയുടെ കാല് പിടിച്ചിട്ടാണ് ശരി ആ വീട്ടിലേക്ക് കയറണം. ഇനി ഇത് വെച്ച് താമസിപ്പിച്ചുകൂടാ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം തീർന്നു എന്നൊരു ചിന്തയും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.